വിഭീഷണ പട്ടാഭിഷേകം നടത്തിയ ടെമ്പിളാണ്. വിഭീഷണ ആരാണെന്നറിയോ? നമ്മുടെ രാവണന്റെ സ്വന്തം അനിയനാണ്. പുള്ളിയുടെ പട്ടാഭിഷേകം നടത്തിയ ടെമ്പിളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് വെസ്റ്റ് ബംഗാൾ സീയും ഇന്ത്യൻ മഹാസമുദ്രവും. ഈ രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് സമുദ്രങ്ങൾ ഇങ്ങനെ പാലായിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ചെറിയ ഹോട്ടലാണെങ്കിലും ചേട്ടൻ്റെ പേരെന്താ? കുമരൻ. മിസ്റ്റർ ഫിഷ് എന്ന് പറയുന്ന ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അത് കണ്ടില്ലേ? ഹിന്ദുവിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഗൂഗിളിലൊക്കെ നല്ല റിവ്യൂ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ധനുഷ്കോടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ മറക്കരുത്, മിസ്റ്റർ ഫിഷ് ഹോട്ടൽ. ഗൈസ്, നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇന്ത്യയുടെ അങ്ങേയറ്റത്തേക്കാണ് കേട്ടോ. ഇന്ത്യയുടെ ബോർഡറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു FM കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ പോകുന്ന കാറിനകത്ത് FM കേൾക്കുന്നുണ്ട്. അത് ഏത് ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വെസ്റ്റ് ബംഗാൾ, ഇപ്പുറത്ത് ഇന്ത്യൻ മഹാസമുദ്രം. അടിപൊളി ജേണി അല്ലേ? നല്ല റോഡ് ട്രിപ്പാണിത്. നമ്മളിത് ഇന്ത്യയുടെ മുനമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനപ്പുറം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ഈ കടലിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ കണ്ടോ ഗായ്സ്? എന്തൊരു കളറാണ്! നീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം നീല. ഇത് വെസ്റ്റ് ബംഗാൾ സീയുടെ കളർ ഇതാണ് കേട്ടോ. ഇവിടുന്ന് വെറും 18 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ലങ്കാവുക്ക് പോകും കേട്ടോ. ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് എവിടെയാണ് കാഴ്ചകളെ കാണാൻ പോകുന്നത് അറിയോ? നമ്മളിത് ധനുഷ്കോടിക്ക് പോകുന്ന ആ ഒരു വേയിലാണ്. അപ്പോൾ ഇത് കണ്ടല്ലേ ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഇതിപ്പോൾ ഒരു ബാക്ക് വാട്ടർ ആണ് കേട്ടോ, ഒരു ബാക്ക് വാട്ടർ. പിന്നെ ഇവിടുത്തെ ആ കാണുന്ന അവിടെ ഒരു ടെമ്പിളുണ്ട്. അത് വിഭീഷണ പട്ടാഭിഷേകം നടത്തിയ ടെമ്പിളാണ്. വിഭീഷണ ആരാണെന്നറിയോ? നമ്മുടെ രാവണന്റെ സ്വന്തം അനിയനാണ്. പുള്ളിയുടെ പട്ടാഭിഷേകം നടത്തിയ ടെമ്പിളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് വെസ്റ്റ് ബംഗാൾ സീയും ഇന്ത്യൻ മഹാസമുദ്രവും. ഈ രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് സമുദ്രങ്ങൾ ഇങ്ങനെ പാലായിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ 1964 ഒരു നൈറ്റിൽ സൈക്ലോൺ വന്നിട്ട് ഇല്ലാതെയായി പോയ ഒരു നഗരമാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്ര അവശേഷിപ്പുകൾ മൊത്തം അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. വെയിലടിക്കാതിരിക്കാനാണ് ഞാൻ തൊപ്പി ചോദിച്ചത്. പക്ഷേ കാറ്റിൻ്റെ തൊപ്പി വർത്തിക്കൊണ്ട് പോകാമെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ധനുഷ്കോടിയുടെ കാഴ്ചകളിലേക്ക് പോവാം. ഈ റോഡിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഹട്ട് ഉണ്ടോ? ഇതൊക്കെ ആക്ച്വലി ഇവിടുത്തെ ഫിഷർമാൻസിൻ്റെ സ്ഥലങ്ങളാണ്. അതായത് ധനുഷ്കോടി എന്നൊക്കെ പറയുന്നത് ശരിക്കും മീൻപിടുത്തക്കാരുടെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മീൻ വിഭവങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ധനുഷ്കോടി അറിയപ്പെടുന്നത് തന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ, മീൻ ഐറ്റംസിൻ്റെ കാര്യത്തിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇന്ത്യയുടെ അങ്ങേയറ്റത്തേക്കാണ് കേട്ടോ. ഇന്ത്യയുടെ ബോർഡറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു FM കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ പോകുന്ന കാറിനകത്ത് FM കേൾക്കുന്നുണ്ട്. അത് ഏത് ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രീലങ്കൻ ബേസ്ഡ് FM ആണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മൊബൈൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നെറ്റ്വർക്ക് വെൽക്കം ടു ശ്രീലങ്ക എന്ന് നമുക്ക് കാണാൻ പറ്റും. कोरोना वायरस से इंसान है तो प्रश्न हमें कुछ गद्यान खातिर तैयार අපි ගිහිල්ලා ඕනම තැනක දෙන වතුර බොන්න හොඳ නැහැ. මොකද ඒකට හේතුව අපි දන්නේ නැහැ මේවා හොඳට උරු කරලා ගලඹ උදුරේ මැදලන්න. ശ്രീലങ്കയിലെ സിംഗള ഭാഷയാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. നാശിക പാවිච්චි කරනවා වෙන ප්‍රශ්නයක් තමයි. මේ මාර ඉලූලු වල ඒ වගේම පළතුරු වල රැඳිලා තියෙනවා විතරක් නෙමෙයි. ചേട്ടൻ പറഞ്ഞത് നല്ല ഫുഡാണ്. അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെന്ന് കഴിക്കുക. അത് നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈവായിട്ട് ഉണ്ടാക്കി തരണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ ഇത് ഇവിടെ ഈ ഇത് കെട്ടിയിട്ടിരിക്കുന്നത് ഇതിനപ്പുറത്ത്
സീയാണ് കേട്ടോ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇതെന്തിനാണ് ഇതിങ്ങനെ കേട്ടിട്ടിരിക്കുന്നത് വെച്ചാൽ ചില സമയത്ത് കടൽ ഭയങ്കര ഡേഞ്ചറായിട്ട് അത് ഈ റോഡിലേക്ക് കയറി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ஃபிஷ் இருக்கு, ப்ரான் இருக்கு, ஸ்குவிட் இருக்கு, கிராப் இருக்கு, எல்லா வெரைட்டி എല്ലാം ഇരിക്കും. നല്ല ലൈവാ? எல்லாம் லைவ் தான். ലൈവാ. டெய்லி கேட்சிங் தான் ஃபிஷ். ഗൈസ്, ക്രാബ് ഇരിക്ക്, പ്രോൺസ് ഇരിക്ക്, ഫിഷ് മീൻ ഇരിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ചേട്ടാ എന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം நம்ம இதுல ப்ரான் ரொம்ப ஸ்பெஷல். പ്രോൺസോ? ப்ரான்ஸ் நம்ம അത് സ്ക്വിഡ് അല്ലേ? ட்ரெடிஷனல் இது ஸ்குவிட். ഓക്കെ. ട്രഡീഷണൽ പ്രോൺസ് இல்ல ட்ரெடிஷனல் ஸ்டைல்ல குக் பண்ணுவோம். ട്രഡീഷണൽ സ്റ്റൈലിൽ കുക്ക് பண்ணு. ഓക്കെ. അപ്പോൾ ഗൈസ് എന്നാൽ നമുക്കിന്ന് പ്രോൺസ് ട്രഡീഷണൽ സ്റ്റൈലിൽ കുക്ക് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ചെറിയ ഹോട്ടലാണെങ്കിൽ ചേട്ടൻ്റെ പേരെന്താ? குமரன். കുമരൻ. മിസ്റ്റർ ഫിഷ് എന്ന് പറയുന്ന ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അത് കണ്ടില്ലേ? ഹിന്ദുവിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഗൂഗിളിലൊക്കെ നല്ല റിവ്യൂ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ധനുഷ്കോടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ മറക്കരുത്, മിസ്റ്റർ ഫിഷ് ഹോട്ടൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കും, നമ്മളൊരു പ്രോൺസ് സ്പെഷ്യൽ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മീൻ ഫ്രൈ ഏതാണുള്ളത്? ഫിഷ് ഫ്രൈ ഏതാ? എന്ത് ഫിഷ്? அந்த சங்கரா டைப், அப்புறம் முல்லட், இந்த மாதிரி எல்லாம் சிங்கிள் போன். സിംഗിൾ ബോൺ. അപ്പോൾ എനിക്ക് പേരൊന്നും കേട്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ നമ്മളൊരു ഫിഷ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ നോർമൽ മീൽസും കൂടെ. അപ്പം നമുക്കിത് ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പാര. അപ്പോൾ ഗൈസ് നമുക്കുള്ള പാര ഫ്രൈ ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. இல்லாமல் தினமலர், தினத்தந்தி, அப்புறம் இது கோயர்னு ஒரு இன்ஃப்ளைட் மேகசின் இருக்குல்ல, அங்கே அதில் வந்திருக்கு. நம்ம ரொம்ப ஃபேமஸா? இல்லை பரவாயில்ல, நல்லபடியாக போயிட்டுருக்கு. நிறைய சப்போர்ட் பண்ணுவோம். ஃபாரினர்ஸ் நல்லா മലയാളികൾ എടുക്കാൻ വരുമോ? ജാസ്തിയാ? எனக்கு வந்து 50% வந்து മലയാളി കസ്റ്റമേഴ്സ്. ഗൈസ് ഇവിടെ ഏറ്റവും മലയാളി സീ വഴി പോകുന്നവർ കൂടുതൽ വരുന്നൊരു ഷോപ്പാണ് കേട്ടോ, ഹോട്ടലാണ് കേട്ടോ. പ്രോൺസുக்கு என்ன ஸ்பெஷல் நேம்? சாரி மேடம், ஸ்பெஷல் நேம் இது செமி கிரேவி. அல்ல அதுக்கு பேர் இருக்கா? இந்த ப்ரான்ஸுக்கு ஃபிஷர்மேனோட ஸ்டைல். fisherman style. That's very nice. அது போட் செட் അപ്പോൾ ഗൈസ് നമ്മൾ പ്രോൺസ് ഫിഷർമൻ സ്റ്റൈലും കൂട്ടി ആ പാര വറുത്തതും കൂട്ടി നല്ല അടിപൊളി ഒരു ലഞ്ച് കഴിക്കാൻ പോകാം കേട്ടോ. തിരിച്ചെടുക്കാം. ഇത് അയലക്കറി, പ്രോൺസ്, പാര. നല്ല സോഫ്റ്റ് പ്രോൺസ് കേട്ടോ. நல்லா வேகட்டும்.
പറയാതിരിക്കാൻ പറ്റില്ല. നല്ല കിടിലൻ എന്താ ഫുഡാണ് കേട്ടോ. ഈ മീനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഇതിനകത്തില്ലേ ഗൂഗിൾ 5 ഒക്കെ ഇട്ടേക്കുന്നതും ബർഗർ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഇത് കയറി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോവാണ്. വേറെ എന്താ കറികളെടുക്കണം? സാമ്പാർ എടുക്കട്ടെ. സാമ്പാറാണോ മീൻകറിയൊക്കെ ആണെങ്കിൽ ഒഴിച്ചു കഴിക്കാൻ സാമ്പാർ, രസം, പിന്നെ പച്ചമോരും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെ, ഞാൻ ആക്ച്വലി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസ് കണ്ടിട്ട് കയറാൻ മടിച്ചതാണ് കേട്ടോ. പക്ഷേ മിസ്സായിരുന്നെങ്കിലാണല്ലോ ഭയങ്കരമായിട്ട് മിസ് ചെയ്തതാണ്. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഈ പ്രോൺസ് ആണെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ്നെസ് ഉണ്ട്, അതേപോലെ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഈ ഗ്രേവി ഇല്ലേ, ഈ ഗ്രേവി പിന്നെ അവർ പറഞ്ഞില്ലേ ഫിഷർമാൻ സ്റ്റൈലാണ്. അതേപോലെ ഈ മീനകത്തുള്ള ഈ ഗ്രേവിയൊക്കെ ഇല്ലേ, ഇതൊരു ഭയങ്കര ഒരു ക്രിസ്പി ഈ ഫ്രൈക്കകത്ത് ക്രിസ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഗ്രേവി ഒരു നല്ല ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ധനുഷ്കോടി പോകണമെങ്കിൽ റോഡ് സൈഡിൽ തന്നെയാണ് മിസ്റ്റർ ഫിഷ് എന്ന് പറയുന്ന നെയിം നോക്കിയാൽ മതി. ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, നേരത്തെ ബോർഡ് കാണിച്ചില്ലേ, ധൈര്യമായിട്ട് കഴിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. റോഡിന്റെ ലെഫ്റ്റ് സൈഡ് വെസ്റ്റ് ബംഗാൾ, ഇപ്പുറത്ത് ഇന്ത്യൻ മഹാസമുദ്രം. അടിപൊളി ജേണി അല്ലേ, നല്ല റോഡ് ട്രിപ്പാണിത്. എന്താ ചേട്ടാ ഇവിടെ ആക്ച്വലി ഇന്ത്യ ബൗണ്ടറി സമുദ്ര സംഘം. ഇതാണ് കറക്റ്റ്. നമ്മൾ ഗൈസ് ഇവിടെ വന്നത് ഇവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 സമുദ്രം തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറി ആണ് ഇവിടെ. അപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയി കാണാൻ പോവാണ് കേട്ടോ. ഗൈസ് നമ്മളിത് ഇന്ത്യയുടെ മുനമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനപ്പുറം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ഈ കടലിൻ്റെ ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ കണ്ടോ ഗൈസ്, എന്തൊരു കളറാണ്. നീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം നീല. ഇത് വെസ്റ്റ് ബംഗാൾ സീയുടെ കളർ ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ കളറ് നമ്മുടെ നാട്ടിൽ അറേബ്യൻ സീക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ അത് ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതായത് വെസ്റ്റ് ബംഗാൾ സീയുടെ കളർ ഇതാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ ചുറ്റി അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഗൈസ് നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാം കേട്ടോ. ഇത് കണ്ടോ, 2 കടൽ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടോ, കളർ ഉണ്ടോ, അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്ന ബീച്ചിനടുത്തേക്ക് ഒന്ന് നടന്നിട്ട് വരാം ഗൈസ്. ഇവിടെ എല്ലാം പാറയാണ് കേട്ടോ.
ധനുഷ്കോടി നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ എവിടെ ഇருக்கு? ഇത് ഇന്ത്യ, അങ്ങേ ശ്രീലങ്ക, ഇത് ഇന്ത്യൻ മഹാസമുദ്രം, അങ്ങേ വെസ്റ്റ് ബംഗാൾ സമുദ്രം. ആ കളറിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടോ? അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പിന്നെ അത് ഇതിനിടയ്ക്കൊക്കെ മണ്ടിട്ടുണ്ടോ? ആക്ച്വലി ഈ അവിടേക്ക് നേരത്തെ ഇറങ്ങി അങ്ങനെ അറ്റം വരെ പോകാൻ പറ്റുമല്ലോ കടലിൻ്റെ. പക്ഷേ ഇപ്പോൾ ഡേഞ്ചർ ആയതുകൊണ്ട് അങ്ങോട്ട് ആൾക്കാരെ വിടുന്നില്ല. അപ്പോൾ ഗൈസ് ഇവിടുന്ന് വെറും 18 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ലങ്കാവുക്ക് പോകും കേട്ടോ. അപ്പം ഇന്നത്തെ ധനുഷ്കോടിയുടെ കാഴ്ചകളെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. അപ്പം അറിയിക്കാൻ മാത്രമല്ല നിങ്ങൾ ടൈം കിട്ടുമ്പോഴേക്കും ഇവിടെ വരണം. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചരിത്രം ഉറങ്ങുന്ന നമ്മൾ ലൈഫ് ടൈം ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ അവിടെ. അപ്പോൾ ഇനിയും ധനുഷ്കോടിയിൽ കാഴ്ചകളുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളം എന്നൊരു ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ധനുഷ്കോടിയിലെ ബാക്കി കാഴ്ചകളുമായി എത്തുന്നവരെ വൺസ് അഗൈൻ ബൈ, ടേക്ക് കെയർ, ടാറ്റാ.